ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ? മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? മാനവജീവിതം ഒരു തൃണം പോലെ ക്ഷണികമെന്നോർക്കണമിനിയെങ്കിലും. സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. സകലത്തിന്റെയും സർക്കാവും സ്ഥലത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ചിന്തകളും നിരൂപിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ഗൃഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ മുഖ്യമാനുമായിട്ട് യേശു മിശിഹായ നാഥന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നയിക്കുകയും താല്പര്യമുള്ള ആസുരാത്മാക്കൾക്ക് രക്ഷയും മരണമില്ലായ്മയും പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. ഇവിടെ നിന്ന് യാത്രയായി സ്വർഗീയ ഭവനങ്ങളിൽ വസിക്കുന്നവരായ സമാധാനം അനാഹമാർ മൂലം ഇവന്റെ ആത്മാവിനെ കാത്തുകൊള്ളണമേ. കർത്താവേ, ദുഷ്ടന്മാരുടെ പിടിയിൽ നിന്നും ഇവന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് തന്നെ വിടുത്തണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നതുപോലുള്ള സേവനങ്ങൾ ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. അബ്രാഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവരെ സന്നദ്ധയാക്കണമേ. കർത്താവിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടുപ്പുള്ളതുമായ നിലവും പാപരഹിതവുമായ ജീവിതത്താൽ
അന്ധകാലത്തിന്റെ ദുഷ്ടസേനകൾക്ക് ഉദയമാകാത്ത സമാധാനപരമായ നിധിയാണ് ഞങ്ങളും അനുഭവിപ്പാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവതരായിരിക്കുന്നവർക്ക് പ്രസന്ന നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും വേദസ്ഥാനത്തും അവനവന്റെ ആവശ്യം ഈ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് സ്നേഹിതനുലകീട ഏവം നിധിവചനം ക്രിയയാൽ നിറവേറി തുണനാഥ ചെയ്യുക. സ്തോത്രം കർത്താവേ, നിന്നാൽ മൃതരുയരും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാകുന്നു ഞാൻ പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ മരിച്ചവർ എങ്ങനെ പുനരുദ്ധാനം ചെയ്യുമെന്നും ഏതു ശരീരത്തോടു കൂടി വരുമെന്നും ചോദിച്ചേക്കാം. ബോഷ, നീ വിതയ്ക്കുന്ന വിത്ത് ക്ഷയിക്കുന്നില്ലെങ്കിൽ മുളയ്ക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാൻ പോകുന്ന ശരീരമല്ല, ഗോതമ്പിന്റെയോ യവത്തിന്റെയോ മറ്റേതെങ്കിലും ധാന്യത്തിന്റെയോ വെറും മണി മാത്രം. എന്നാൽ ദൈവം തന്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും ഒന്നുപോലെയല്ല. മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ് ഒന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മരിച്ചവരുടെ പുനരുദ്ധാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, അനശ്വരതയിൽ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിതയ്ക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിതയ്ക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ടവനും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയിരിക്കുന്നുവോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയരും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നല്ല, നശ്വരമായതിന് അനശ്വരതയെ അർഹിക്കാവുന്നതല്ല എന്നും ഞാൻ പറയുന്നു. ഇതാ, ഞാൻ ഒരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം ഊതുമ്പോൾ കണ്ണുമയ്ക്കുന്ന വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. നമ്മുടെ ഭാഗമായിപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. Mare son mare sai burgo navalmo ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവം രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാകാരകാലത്ത് വിപ്രകാരം സംഭവിച്ചു.
സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്ന പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ എല്ലാവരും പുത്രനെയും ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെയുമാകുന്നു. എന്തെന്നാൽ പിതാവ് തന്നെ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നെ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം അവന് വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടിയും നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. കബറുകളിൽ ചെയ്യുന്ന എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മയേതവർ ജീവന് വേണ്ടിയും തിന്മയേതവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. നമ്മുടെ കർത്താവ് അവരോട് അരുളി ചെയ്തു പാലിക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പാർക്കുമോ നാം എല്ലാവരും ദുഃഖത്തോടും സങ്കടത്തോടും യോഗ്യമായതുകൊണ്ട് ദൈവത്തിന്റെ പ്രീതികരമായ ചോദ്യത്തിൽ എന്ന് ഏറ്റു ചൊല്ലണം. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിക്കുന്നവന്റെ മരണഗതികാലിൽ തുടങ്ങി തലവരെ അവന്റെ മനസ്സ് അനുതാപത്തിലേക്ക് നിർത്തിപ്പെട്ടുകൊണ്ടിരിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ തന്റെ മനുഷ്യാവതാരത്തിൽ കൽപ്പിച്ച് ക്രമീകരിച്ചവനായ ക്രിസ്തുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സൈന്യങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് സ്വന്തമാക്കി രക്ഷിച്ചവനായ കർത്താവേയും മനുഷ്യന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ നിരസിച്ച് സ്വർഗീയ എത്തിക്കുമാറാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുറപ്പെടുകയും തന്റെ പരിശുദ്ധന്മാരോട് ഒരുമിച്ച് നിന്നെയും പരിശുദ്ധ സ്തുതിക്കുകയും ചെയ്യുന്ന സന്തോഷപ്രദമാന്റെ പുനരുദ്ധാനത്തിന്റെ പ്രകാശരശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. ഞാൻ 3 പ്രാവശ്യം കുറേലായി നേരത്തെ ചെല്ലണം. തന്റെ പ്രകാരം ഈ സഹോദരനെ ഈ താൽക്കാലിക ജീവിതത്തിൽ യാത്രയാക്കി ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സഹായം അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാൽപ്പതീരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യത്തിൽ നിന്നും ശത്രുവിന്റെ വാളയങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവന്റെ വിശുദ്ധന്മാരുടെ ആനന്ദത്തിലേക്ക് ഇവനെ അനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടെ ആനന്ദത്തോടെ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധവായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളിലുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിലുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധവുമായ നാമത്തിൽ നിത്യജീവനെ നീ തൈൽ ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരിച്ചു വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്ത പ്രകാരം കർത്താവേ ഇഷ്ടം നീ നിന്റെ ദാസന് നിറവേറിയിരിക്കുന്നു. അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ശരണം നൽകും സകല പരേതർക്കും
കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു. ഒരു നിമിഷം കൊണ്ടുടയോനെ മൃതരെ ജീവിപ്പിക്കും നിൻവരവധി കൂടാ. നിങ്ങളുടെയോ നാഗതനായിടും മൃതെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. പാപങ്ങളാർക്കും ശ്രാപ്പികൾ കുഴലൂതും പറുദീസാദൻ അവകാശി വരിക. നമ്മുടെ നമ്മുടെ ജീവൻ എഴുന്നള്ളുന്നൂലം പ്രതിനാശകനേ പ്രാണപ്രദദേവ വന്ദനമീശോ രക്ഷാദായകനേ. ആപൽസ്ഥാനം ആനന്ദത്തിൻ പ്രമുഖമാണല്ലോ. ആപൽസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃസ്ലീബ പാലമതാകട്ടെ. കൃപ ചെയ്യണമേ, നീ കൃപയാലെങ്കിൽ ഞാൻ കാണണമേ നിൻ കൃപ വരൂ. സഭയും സുതരും പിതൃസുതരുമായി സ്തുതിഗീതത്തോടൊത്തു വണങ്ങിയിടും. ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായി വരുവാനിരിക്കുന്നതിനുമായ കർത്താവേ, നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി ബന്ധനത്തിൽ തന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. മാർക്കുമോ അത്യുന്നതങ്ങളിൽ സ്വർഗീയ മലാഖമാർ പ്രധാന മലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനരും മന്മേരുമായി ഞങ്ങൾ നിന്നെ സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്നുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. ലോകത്തിന്റെ ഭാഗത്തെ വഹിക്കുന്നവനും വഹിച്ചതുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭാഗത്തോടെ ഇരിക്കുന്നവനെ ദൈവവും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ ജീവനോടിക്കുന്ന ദിവസങ്ങളൊക്കെ തന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെടുത്തും നിത്യദൈവമായ നാമത്തെ തുതിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരുടെ ഈ ഇടവകയിലെ ഒരംഗ ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുക. പ്രത്യേകിച്ചും ഇപ്രകാരമുള്ള ഒരു ചെറിയ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ മാറിപ്പോകൽ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കുന്ന ഒരു ശൂന്യതയും അത് ഉണ്ടാക്കുന്ന ഒരു വലിയ കുറവും തീർച്ചയായിട്ടും ഉണ്ടാകും. ബൃഹത്തായ വലിയ ധാരാളം ഇടവാങ്ങുകളുള്ള ഒരു ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കാർക്കും അത്രമാത്രം വ്യക്തിപരമായ ഒരു അനുഭവമായി മാറാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. പക്ഷേ ഒരു കൊച്ചിടവയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, അതിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വിശ്രാമം പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരാൾ തീർച്ചയായിട്ടും ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഇടവയെ സംബന്ധിച്ചുണ്ട്. ഈ പിതാവിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ്. കാരണം അധ്വാനിക്കുന്ന ഒരു ജീവിതം കൊണ്ട് ദൈവം തനിക്ക് നൽകിയ കുടുംബത്തെ തൻ്റെ പ്രിയപ്പെട്ടവളോടൊപ്പം ചേർന്ന് കായികാധ്വാനം കൊണ്ട് തൻ്റെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സുരക്ഷിതമായ അനുഭവങ്ങളും ഫലങ്ങളും ഉണ്ടാകത്തക്കവണ്ണം പ്രവർത്തിച്ച് ജീവിതം നയിച്ച ഒരു പിതാവാണ്. തൻ്റെ മക്കളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും സ്വസ്ഥമായും സാമ്പത്തികമായും മറ്റെല്ലാ തലങ്ങളിലും ഒരു വലിയ സുരക്ഷിതത്വമുള്ള ജീവിതത്തിൻ്റെ ഉടമകളായി തീർന്നുവെന്നുള്ളത് ഈ പിതാവിൻ്റെ പ്രാർത്ഥനയുടെയും അധ്വാനത്തിൻ്റെയും അദ്ദേഹം ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചതിൻ്റെയും വലിയൊരു ഫലമാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ആ ജീവിതം അനുഗ്രഹീതമാണ് എന്ന് പറയുന്നതിന്റെ പ്രധാന സാക്ഷ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എപ്രകാരമാണ് എന്നുള്ളതാണ്. വളരെ സാക്ഷ്യത്തോടെ ആ പിതാവിന് പറയാൻ സാധിക്കും, ദൈവം തന്നെ ഏൽപ്പിച്ച പ്രിയപ്പെട്ടവളെയും ദൈവം ദാനമായി നൽകിയ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സുരക്ഷിതമാക്കുവാൻ വേണ്ടി അവർക്ക് നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഭൗതിക ആത്മീയ സാഹചര്യങ്ങളും ഒരുക്കാൻ തനിക്ക് സാധിച്ചുവെന്ന് നിസ്സംശയം പറയുവാനും സാക്ഷ്യപ്പെടുത്തുവാനും സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച മക്കളുടെ നല്ല കാലങ്ങളും കൊച്ചുമക്കളെയും അവരുടെ സന്തോഷങ്ങളൊക്കെ പങ്കെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യമെന്ന് പറയുന്നത്. അതൊക്കെ നിറപടിയായി മാനോളം അനുഭവിക്കാൻ ഈ പ്രിയപ്പെട്ട പിതാവിന് സാധിച്ചു. അതൊക്കെയാണ് ഈ ഹലോക ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും കൃപകളെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അനുഗ്രഹീതമായ ഒരു ജീവിതം നയിച്ച് തന്റെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഭംഗിയായി പൂർത്തീകരിച്ച് ദൈവം ഏൽപ്പിച്ചതിനെയൊക്കെ സുരക്ഷിതമായി ഇടങ്ങളിൽ എത്തിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ ആത്മനിർവൃതിയോടുകൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാൻ ഈ പ്രിയപ്പെട്ട പിതാവിന് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ മക്കളെ സംബന്ധിച്ചിടത്തോളം വേർപാടെന്ന് പറയുന്നത് എപ്പോഴും വേദനാജനകമാണ്. പ്രത്യേകിച്ച് നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ശാസിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ഒരാളുടെ സാന്നിധ്യം പെട്ടെന്നില്ലാതാകുമ്പോൾ തീർച്ചയായിട്ടും ആ ആത്മബന്ധത്തിന്റെ തീവ്രതയിൽ ഉണ്ടാകുന്ന വേർപാട് അല്പം വേദനാജനകമാണെങ്കിലും നമ്മളെക്കാൾ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ ഈ പിതാവിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്നുള്ള നിത്യതയുടെ അനുഭവത്തോളം ഈ പിതാവിന്റെ മധ്യസ്ഥത മക്കൾക്കും കൊച്ചുമക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഒക്കെ എന്നും താങ്കൾ തണലുമായിരിക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസം ഇവരുടെ വഴി നടത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ഈ ഇടവകയുടെ എല്ലാ അനുശോചനവും അറിയിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ, പ്രിയപ്പെട്ട ഫിലിപ്പച്ചൻ, പ്രിയപ്പെട്ട സിയപ്പോലോസച്ചൻ, പ്രിയപ്പെട്ട ബോബിയച്ചൻ, പ്രിയപ്പെട്ട ജിതിൻ ജോർജ് അച്ഛൻ, ഈ 4 വൈദികരും ഭവനത്തിൽ ആരെങ്കിലുമൊക്കെ കടന്നുപെട്ടിട്ടുണ്ട്. അവരൊക്കെയും തന്നെ ഈ ഇടവകയുമായി വളരെ ആത്മബന്ധമുള്ള വൈദികരാണ്. ദീർഘകാലം ഈ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുകയും ഇതിലെ ഓരോ കുടുംബങ്ങളെയും സ്വന്തം കുടുംബമായി മനസ്സിലാക്കുകയും ഇടപെടുകയും അതിനുള്ള ഒരു വലിയ അനുഗ്രഹം തീർച്ചയായിട്ടും ഈ ഇടവകയിൽ ശുശ്രൂഷിച്ചിട്ടുള്ള എല്ലാ വൈദികർക്കും ലഭിച്ചിട്ടുണ്ട്. അത് ഇഷ്ടംപോലെ അനുഭവിക്കാൻ ഇടയായിട്ടുള്ള വൈദിക സഹോദരങ്ങളാണ് ഈ പ്രിയപ്പെട്ട 4 പേരും. അവരിവിടേക്ക് കടന്നു വന്ന ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി കുടുംബത്തിന്റെ പേരും ഇടവയുടെ പേരിലും ഇവരോടുമുള്ള നന്ദിയും സ്നേഹവും ആദരവും ഈ സമയം അറിയിക്കുകയാണ്. ഈ ഭവനത്തിൽ ഈ ഒരു വേദനയുടെ സമയത്ത് അവിടേക്ക് കടന്നു വന്ന് അവരെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും കൂടെ നിൽക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഭവനത്തിൽ സന്ധ്യാനമസ്കാരം ഉണ്ടായിരിക്കും. കഴിയുന്നിടത്തോളം എല്ലാ പ്രിയപ്പെട്ടവരും എത്തിച്ചേരണം എന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു. നാളെയും മറ്റന്നാളും എൻ്റെ അടുത്ത ദിവസം വരുന്ന 3 ദിവസം രാവിലെ 6:00 പ്രഭാത നമസ്കാരവും 7 മണിക്ക് വിശുദ്ധ കുർബാനയും ദേവാലയത്തിൽ ആരംഭിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും എത്തിച്ചേരണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം സംസ്കരിക്കാനായിട്ട് നമുക്ക് സത്യം പോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ, സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ.
ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസീയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസീയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം, ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം, അന്യനായി പരദേശിയായി പാർത്ത ദേശം. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ.
സ്വർലോകനാഥൻ ഒഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഒട്ടേറെയുണ്ടൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു മാർഗം നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ. ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനാണു നിങ്ങൾക്കു ജീവൻ. ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ ഒഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി. പാരിൽ കുരുക്കാത്ത ശാന്തി. നൽകുന്നു ഞാൻ നവ്യശാന്തി. പാരിൽ കുരുക്കാത്ത ശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെൻ ദിവ്യശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെൻ ദിവ്യശാന്തി. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു.
ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ ഒഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ. ലോകമായയിൽ പെട്ടു വലഞ്ഞു ഞാൻ മേലോകവാഴ്ചയിൽ ദൂരസ്ഥനാ. അല്പായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോൾ. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. കാലന്റെ കോലമായി മൃത്യു വരുന്നെന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ. കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടണം. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ. എല്ലാ സാമർഥ്യവും പുല്ലിൻ്റെ പൂ പോലെ, എല്ലാ പ്രൗഢത്വവും പുല്ലു പോലെ. മർത്യൻ്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം, എന്തിനു ദേഹത്തിൽ ചാഞ്ചാടുന്നു. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം
എൻ്റെ താതൻ രാജ്യേ. വണ്ണം പെരുത്താലും മണ്ണിൻ നീരയത് കണ്ണിൻ്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാവും കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. കാണാമെനിക്കെൻ്റെ രക്ഷിതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജ്യേ.